ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾജിബ്രയെ ബേസ് ചെയ്തിട്ട് നമ്മുടെ SSC CGL പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് ദ വാല്യൂ ഓഫ് a plus b minus 2 the whole square plus b plus c minus 2 the whole square plus c plus a minus 5 the whole square is equal to 0 ഇത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ എല്ലാം സ്ക്വയർ ടേമുകളാണ്, അത് ആഡ് ചെയ്തിട്ട് 0 ആകുന്നു. സ്ക്വയർ ടേമുകളുടെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. എന്ത് ചെയ്തിട്ടില്ല, നെഗറ്റീവ് വരത്തില്ല. അപ്പോൾ ഒരിക്കലും ഇത് പ്ലസ് മൈനസ് ചേർന്നിട്ട് 0 ആകത്തില്ല. പ്ലസ് മൈനസ് ചേർന്നിട്ട് 0 ആകത്തില്ല. അതായത് ഇപ്പോൾ 0 ആകാനായിട്ട് നമുക്ക് സപ്പോസ് ഒരു -2 ഇപ്പുറത്ത് ഒരു 2 വന്നു കഴിഞ്ഞാൽ 0 ആവും അല്ലേ? ആ ഒരു രീതിക്ക് ഇവിടെ ഒരിക്കലും 0 ആകത്തില്ല. കാരണം ഇത് സ്ക്വയർ ടേമുകൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇൻഡിവിജ്വൽ ടേമുകൾ 0 ആയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ പറയുന്നത് ടോട്ടൽ സമ്മ് 0 കിട്ടും. അപ്പോൾ ആദ്യത്തെ ടേം 0 ആകുകയാണെങ്കിൽ a പ്ലസ് ബി മൈനസ് 2 0 ആണെങ്കിൽ a പ്ലസ് ബിൻ്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞു കിട്ടും, 2 എന്ന് പറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ b പ്ലസ് സിൻ്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞു കിട്ടും, 5 എന്ന് പറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ c പ്ലസ് എന്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞു കിട്ടും, 5 എന്ന് പറഞ്ഞു കിട്ടും. ദെൻ ഇത് ഞാൻ എല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും 2 ടൈംസ് a പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞിട്ട് 2 ടൈംസ് a പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വാല്യൂ 12 എന്ന് പറഞ്ഞിട്ട് a പ്ലസ് ബി പ്ലസ് സിൻ്റെ വാല്യൂ 6 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് ഞാൻ ആദ്യത്തെ ഇക്വേഷൻ എന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ആരില്ല, സി ഇല്ല, സിൻ്റെ വാല്യൂ എനിക്ക് കിട്ടും. ഇതിൽ നിന്ന് ആദ്യത്തെ ഇക്വേഷൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സിൻ്റെ വാല്യൂ കിട്ടും, കാരണം അതിനകത്ത് സി ഇല്ല. ദെൻ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് കുറച്ച് കഴിഞ്ഞാൽ അവിടെ എ ഇല്ല, സോ എയിൻ്റെ വാല്യൂ എനിക്ക് കിട്ടും. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ബി ഇല്ല, അപ്പോൾ ബിൻ്റെ വാല്യൂ എനിക്ക് കിട്ടും. ഇപ്പോൾ എല്ലാത്തിൻ്റെയും വാല്യൂ ആയി. ഇത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യുക, റൂട്ട് ഓഫ് ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ 5 പ്ലസ് സി പ്ലസ് എ എന്ന് പറയുമ്പോഴും 5 വീണ്ടും 1 -1, അതായത് 10 -1 9. റൂട്ട് 9ൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്, 3 ആയിരിക്കും ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.